എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. എന്റെ ഷാജഹാൻ, നിങ്ങൾ ഈ ആർഷോയെ പോലുള്ള ഒരു സംഘം ചെറുപ്പക്കാര് ചുണക്കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പണ്ട് CPM-ന്റെ തണലിൽ ശീതീകരിച്ച മുറിയിൽ ഇങ്ങനെ വിലസിയിരുന്നത്. അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞ എന്ത് ചെയ്യൂടാ? അനാവശ്യം പറഞ്ഞ നീ എന്ത് ചെയ്യൂടാ? അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇതുപോലുള്ള പാവപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും CPM-ന്റെ കേഡർമാരുമാണെന്നേ. ഇനി എന്തെങ്കിലും പറഞ്ഞ തന്റെ മണ്ടയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. ചായയും കുടിച്ച് താടിയും തടവി വെറുതെ അഭിപ്രായം പറയൂ. നിങ്ങൾ പണ്ട് ഈ പാർട്ടിയുടെ സർവ്വ സൗജന്യങ്ങളും കൈപ്പറ്റി ജീവിച്ചിരുന്നതേ ഇതുപോലുള്ള പാവപ്പെട്ട സഖാക്കൾ തെരുവിൽ തല്ലുകൊണ്ടതുകൊണ്ടാ. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഇനി ഒന്ന് പറഞ്ഞോട്ടെ. ആ പറഞ്ഞത് ശുദ്ധ അസംബന്ധവും നട്ടാക്കുൽക്കാത്ത നുണയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കിട്ടണത് നീ മേടിച്ചു. ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞിട്ടേ ഞാൻ ഷാജാൻ ഇവിടുന്ന് ഇറങ്ങി കസര ഇറങ്ങി പോളൂ. ചെറുപ്രായത്തിൽ നമ്പൂരി കൗവീനത്തിൽ മുള്ളിട്ടില്ലേ, അതിപ്പോൾ ഇവിടെ വെച്ച അണ്ടർവെയറിൽ ഞാൻ ജയിക്കും. ഷാജഹാൻ എന്ന് പറഞ്ഞ ഞാൻ, എനിക്ക് MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ക്ലാസ്. അല്ലാതെ പറഞ്ഞ് തീരുന്നവരെ വരെ മിണ്ടാതിരിക്കണം. കാരണം നിങ്ങൾ പറഞ്ഞ ഈ നട്ടാക്കുൽക്കാത്ത നുണ ഞാൻ കേട്ടതാണ്. ഇനി ഒരു അക്ഷരം മിണ്ടിയ അടുത്ത് തന്നെ പല്ല വെക്കും. നിങ്ങൾ പറഞ്ഞത് എന്താണ്? പാർട്ടിയുടെ എല്ലാ സർവ്വ സൗജന്യങ്ങളും പറ്റി ഞാൻ ശീതീകരിച്ച മുറിയിൽ ഇരുന്നത് SFIയുടെ ചില തുണക്കുട്ടികൾ കൊണ്ടാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഒരു പുല്ലുമല്ല. ഞാൻ CPM-നകത്തേക്ക് വന്നത് ഇതുപോലെ ഈ തോട്ടിനകത്തൂടെ തടിക്കഷ്ണം ഉരുണ്ടു വന്ന പോലെ അല്ല മിസ്റ്റർ ഹക്സൻ. മോനെ പോപ്പിനെ നീ കുർബാന ഓതാൻ പഠിപ്പിക്കല്ലേ. എന്റെ MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഫസ്റ്റ് ക്ലാസ് ഫ്രം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. My MPhil in Fisheries Economics is from JNU, Jawaharlal Nehru University, with a first class. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. And my LLB is from Trivandrum Law College at the age of 53 with a first class. മനസ്സിലായോ നിങ്ങൾക്ക്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വന്നത്. അങ്ങനെയാണ് ഞാൻ ഇരുന്നത്. അല്ലാതെ കുറെ അലവരാദികളുടെ പിട്ടം താങ്ങിയിട്ടല്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് ഫിനാൻസ് എക്സ്പെർട്ട് ആയിരുന്ന IS ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നുള്ളത് അറിയാവോ നിങ്ങൾക്ക്? അത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ MPhil പാസ്സായിട്ട് വന്നതാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. എങ്ങനെയാണെന്ന് അറിയാമോ? മിസ്റ്റർ ഹക്സ്കർ. മുഖത്തൊരു ചെറിയൊരു ചമ്മൽ കാണുന്നുണ്ട്, സ്വാഭാവികമാണ്. അങ്ങനെയൊന്നുമില്ല. അന്ന് ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി, അതിനുശേഷം VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രറ്ററി. അതൊക്കെ നല്ല അന്തസ്സായിട്ടുള്ള യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ വന്നു, ജോലി ചെയ്തു. അതിന്റെ ഗുണം അഭിപ്രായ വ്യത്യാസം വന്നപ്പോ പുല്ലേന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അത് അല്ലാതെ നിങ്ങളെപ്പോലെ പൃഷ്ഠം താങ്ങിയില്ല. പോയി ചത്തുടടാ. അങ്ങനെ പലരും ഈ പാർട്ടിയുടെ അപ്പകഷ്ണങ്ങൾ തിന്നെ ചീർത്തു വീർത്തിട്ട് അവകാശപ്പെടുന്നത്. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. അപ്പകഷ്ണം തിന്ന് ചീർത്തത് നിങ്ങളാണ്. പക്ഷെ നിങ്ങളെയും എന്നെയും ജനം കാണുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നിനക്കൊരു ദിവസം കിട്ടും. നീ എത്രത്തോളം പോകുന്നു അറിയാനാ ശ്രീധരൻ കാത്തു നിൽക്കുന്നു. ഞാൻ ചെയ്തത് എന്താണെന്നും നിങ്ങൾ ഇപ്പം ഈ എറിഞ്ഞു കൊടുക്കുന്ന അപ്പകഷ്ണങ്ങൾ വാങ്ങി തിന്ന് ചീർക്കുന്ന ആളാണെന്ന് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ.